പള്ളിയുടെ ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്നറിയാം. അപ്പോൾ ഇവിടെ ജനലൊക്കെ തുറന്ന് കിടപ്പുണ്ടേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാത്തിമ മാതാ ചർച്ച് പുത്തേട് ഒറിജിനൽ ബ്ലെസ്സിങ് February 2, 1999. അവൻ ഫാദർ ഡോക്ടർ ജേക്കബ് കട്ടക്കൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരെ മേലോട്ട് കയറി പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു പാറയിൽ ഒരു മരം ഇങ്ങനെ നേരെ കുറച്ചിരിക്കുന്ന ഒരു കാഴ്ച. അത്യാവശ്യം ഇത് വലിയൊരു പാറയാണിത്. അതുപോലെ നമുക്ക് പഴയ രീതിയിലുള്ള കോളാമ്പിയൊക്കെ കാണാവേ. അടുത്തായിട്ട് തന്നെ ഒരു മണിയും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറക്കുളം പഴയ പള്ളിയുടെ ഒരു കുരിശുപള്ളി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നേരത്തെയൊക്കെ ഈ സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, ടിജോയാണ്. നമ്മളിന്നൊരു വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് പോവുകയാണ്. നേരത്തെ ഒരുപാട് ആൾക്കാരെ വന്നു പോയിക്കൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ ആരും വരാത്ത ഒരു ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. ധാരാളം മരങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പെട്ടും അതുപോലെ പടകളാൽ നിറഞ്ഞ ഒരു പഴയ ഒരു പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. ഒറ്റത്തുനിന്ന് നമ്മൾ മണപ്പാടി വന്നിട്ട് മണപ്പാടിയിൽ നിന്ന് പുത്തേട് നമ്മുടെ മലകെട്ടിമലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പുത്തേട് എത്തിയിരിക്കുക. പുത്തേട് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വലകെട്ടിക്ക് പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ വലകെട്ടിക്ക് പോകുന്നത്. ഈ കാണുന്ന വഴി വാഗമൺ റോഡാണ്. ഇവിടെ പുത്തേടിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഇവിടെ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച് വേണമെങ്കിൽ നമുക്ക് ആ പള്ളിയിലൊക്കെ അല്ലെങ്കിൽ വലകെട്ടിയിലൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മേലോട്ട് കയറി പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു പാറയിൽ ഒരു മരം ഇങ്ങനെ നേരെ കുറച്ചിരിക്കുന്ന ഒരു കാഴ്ച. അത്യാവശ്യം ഇത് വലിയൊരു പാറയാണിത്. ഉണ്ടോ? ഇത് നമ്മൾ കയറി വരുന്ന വഴിക്ക് കണ്ടാണ് ഇവിടെ റോഡിലൂടെ വെള്ളം ഒഴുകുന്നത്. ഇവിടെ ചെറിയൊരു ഓലി കൊണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്ന കാണാതെ. ഇതൊക്കെ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുമയല്ല. ഇടുക്കിയിലെ പല സ്ഥലത്തും ഇതുപോലെ ഓലികൾ ധാരാളം കാണാതെ. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ഇനി ആ പള്ളിയിലോട്ട് എത്തിച്ചേരാനായിട്ട്. നമുക്ക് പോകുന്നതിൽ എന്തെല്ലാം കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പള്ളിയിലോട്ട് ചെല്ലാം. ഇവിടെ എല്ലാം തോട്ടങ്ങളാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞാറിന്റെ ഒരു വിദൂര കാഴ്ചയൊക്കെ കാണാം. കാഞ്ഞാർ, അതുപോലെ ഇത് നമ്മുടെ അറക്കുളം സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാം. മേളിൽ നമുക്ക് തുമ്പിച്ചിമല ഇറങ്ങിയ കാഴ്ചകളൊക്കെ കാണാം. ഇനി നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ വേണം ആ പള്ളിയിലോട്ട് എത്തിച്ചേരാനായിട്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. നല്ല കുത്തുകയറ്റങ്ങളും വളവുമൊക്കെയാണ്. ചെറിയൊരു റോഡാട്ടോ നമുക്ക് ഈ പോകുന്ന വഴിയെ. അപ്പോൾ അത്യാവശ്യം കാലാവസ്ഥയൊക്കെ മോശമായിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. മഴ പെയ്യുമെന്ന് അറിയത്തില്ല. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ താഴെ പുത്തേടുന്ന് വലകെട്ടി മലയിലേക്കുള്ള വഴിയിൽ നടന്ന് കയറി വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരു പള്ളിയുടെ കാര്യം. ഇവിടെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ നമ്മൾ ആ പള്ളിയിലോട്ട് പോവുകയാണ്. ഇവിടെ ആളും അനക്കമൊന്നുമില്ല. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് പള്ളിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നേർച്ചപ്പെട്ടി ഫാത്തിമ മാതാ പള്ളി ദാനം ദൈവാനുഗ്രഹം കാരണം എന്നൊക്കെ ഒരു ബോർഡൊക്കെ കാണാതെ. ഇവിടെ എല്ലാം നന്നായിട്ട് പള്ള കയറി മൂടിയേക്കുവാണ്. നമുക്ക് ഈ പള്ളിയിലോട്ടൊന്ന് കയറി ചെന്ന് നോക്കാം. പള്ളിയോട് കയറി ചെല്ലുന്ന വഴിയാണിതേ. അപ്പം ഇതിന് സൈഡിലായിട്ട് അല്ലെങ്കിൽ ഇതിന് നടുക്കായിട്ട് നമുക്കൊരു ഹോസ് പോയേക്കുന്നതാണ്. താഴെ വീട്ടിലോട്ടൊക്കെ വെള്ളം കൊണ്ടുവന്ന ഒരു ഹോസാണ്. അപ്പോൾ നമുക്കിതേ ഇതൊക്കെ മാറ്റിയിട്ട് പള്ളിയിലോട്ടും കയറി ചെല്ലാം. കയറി ചെല്ലുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ കാണാതെ. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഈ പള്ളിയിൽ നിന്ന് അധികം ആരും വരാറില്ല, അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥന നടക്കാറില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പള്ള കയറി മൂടിയേക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2010 ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. ഫാത്തിമ മാതാ ചാപ്പൽ പുത്തേട് വലകെട്ടി നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവാണ് 3/2/2010 ഈ പള്ളി ഇവിടെ ബ്ലസ് ചെയ്തത്. ഇത് അറക്കുളം പഴയ പള്ളിയുടെ കീഴിലുള്ളൊരു പള്ളിയാണ്. നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് ശരിക്കും ഈ കട്ടക്കൽ അച്ഛൻ എന്നൊരു അച്ഛനുണ്ട് ഇവിടെ. ആ അച്ഛൻ സ്ഥാപിച്ചതാണ് ഈ പള്ളി. അപ്പോൾ അച്ഛനിപ്പോൾ വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പള്ളിയിലെ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തത്. ഇതുപോലെ തന്നെ ഒരു പള്ളി നമ്മൾ ഇപ്പോൾ കയറി വന്ന വഴിയുടെ ഏറ്റവും അവസാനത്ത് ഇട്ടിക്കാനം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയും വേറൊരു പള്ളിയുണ്ട്. അവിടെ ആ അച്ഛൻ തന്നെ സ്ഥാപിച്ചതാണ്. അപ്പോൾ അച്ഛന് നിലവിൽ സുഖമില്ലാതെ അച്ഛൻ ഇവിടെ പ്രീസ്റ്റ് ഹോമിൽ പാലായിലാണ് ഇപ്പം. അപ്പോൾ ഇത് മുഴുവൻ ഇപ്പം കറാച്ചിപ്പുല്ലാണ്, കറാച്ചിപ്പുല്ല്. അപ്പോൾ ശരിക്കും ഈ പള്ളി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാത്തിമ മാതാ ചർച്ച് പുത്തേട് ഒറിജിനൽ ബ്ലെസ്സിങ് February 2, 1999. അവൻ ഫാദർ ഡോക്ടർ ജേക്കബ് കട്ടക്കൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൊട്ടടുത്തായിട്ട് നമുക്ക് തിരികെ എത്തിക്കാതെ അതിനുള്ളൊരു സ്റ്റാൻഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പള്ളിയുടെ അകവശം എന്ന് പറയുന്നത്. അവിടെ ഒരു കുരിശുരൂപമൊക്കെ നമുക്ക് കാണാതെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ അകവശം. അകത്ത് നമ്മുടെ തോമാസ് ലീഹായുടെ ഒരു രൂപവും അതുപോലെ ഒരു മൈക്കും
താഴെ നമ്മുടെ കർത്താവ് കുരിശിൽ കിടക്കുന്നതിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ 40 വെള്ളിയാഴ്ചയും 30 വെള്ളിയാഴ്ചയൊക്കെ നമ്മുടെ പഴയ പള്ളിയിലുള്ള വിശ്വാസികൾക്ക് ഇവിടെ വന്നൊക്കെ പ്രാർത്ഥനയിലൊക്കെ മറ്റു കാര്യങ്ങൾ നടത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഇടവക അധികാരികൾക്കൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം നല്ല രീതിയിൽ പള്ള കയറി മൂടിയേക്കുകയാണ്. ഇവിടെ ഒരു പള്ളി ഉണ്ടോയെന്ന് പോലും തോന്നിയില്ല, അതുപോലൊരു സംഭവമാണ്. ഇതുപോലൊരു പള്ളി ഈട്ടിക്കാനത്തും ഉണ്ട്. ഈട്ടിക്കാനത്തെ പള്ളിയും അടുത്ത ദിവസങ്ങളിൽ ആരാധനയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഇവിടുത്തെ പള്ളിയുടെ ചുറ്റുവട്ടത്തെ കാഴ്ച. ഇവിടെ മുഴുവൻ പള്ള കയറി മൂടിയേക്കുവാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരാൻ പേടിയാവും. കാരണം എന്തൊക്കെ ഇഴജന്തുക്കളുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണിത്. ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അപേക്ഷ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ, പള്ളിയുടെ ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്നറിയാം. ഇവിടെ ജനലൊക്കെ തുറന്നു കിടപ്പുണ്ടേ. പണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതുപോലെ നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും കുറെ മാവുകളും മറ്റൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. മാവിൽ നല്ല രീതിയിൽ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ താഴോട്ടൊക്കെ കൃഷിയിടങ്ങളാണ്. ആ ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? അതെല്ലേ. അപ്പൊ ഞാൻ ഈ പള്ളിയെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതായിരുന്നേ. ഈ പള്ളി എത്ര നാളായി ഇങ്ങനെ അറിഞ്ഞു നടക്കാൻ തുടങ്ങിയത്? ഈ പള്ളി നമ്മുടെ ഞാനിവിടെ 2019 40 ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കോവിഡിൻ്റെ സമയം തൊട്ടാണ് ഇതിങ്ങനെ ഒരു അനാസ്ഥയിലേക്കൊരു ആകപ്പാടൊരു ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇത് ഇങ്ങനെ ഇത്ര അനാസ്ഥയാവുക, ആൾക്കാർ ഇതിലേക്ക് വരാതിരിക്കുക. നമ്മുടെ കട്ടക്കിലച്ചൻ പാരകരമായിട്ട് വളരെ ക്ഷീണിച്ച അവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നോക്കാനായിട്ട് ആളില്ലാത്തൊരവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഒക്കെ ഉള്ളൊരു ഇടമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ കാണുന്ന വഴി വലകെട്ടിലോട്ടുള്ള വഴിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആ വഴിക്ക് നോക്കി ചൂട്ടുപാളക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് നമ്മൾ ഐ കാർഡിലൊക്കെ കൊടുത്തേക്കാം. ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ്. ധാരാളം കൃഷി കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആർക്കുളം പഞ്ചായത്തിലെ ഒരു ഉൾഗ്രാമമാണ് നമ്മുടെ പുത്തേട് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്പലിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വലകെട്ടി മലയിലെ ചാപ്പൽ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നമ്മൾ ഈ വഴിക്ക് ഒത്തിരി പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പള്ളി ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യും. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.